വെൽക്കം ബാക്ക്. ഇന്നത്തെ സബ്ജക്റ്റാണ് റേഡിയേഷൻ സേഫ്റ്റി. സ്ലൈഡ് നോക്കുക. റേഡിയേഷൻ സേഫ്റ്റിയുടെ ഒരു സ്ലൈഡാണ് ഇട്ടിരിക്കുന്നത്. എന്താണ് റേഡിയേഷൻ? റേഡിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസരണം എന്നാണ്. ഓക്കെ, എനർജി രശ്മിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ എന്താണ് കണികകളായിട്ട് നീങ്ങിയിട്ട് മനുഷ്യ ശരീരത്തിനെ ബാധിക്കുന്നതിനെയാണ് റേഡിയേഷൻ സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട ലെസൺ പോകുന്നത്. ആദ്യമായിട്ട് റേഡിയേഷൻ എന്താണെന്ന് നോക്കാം. Radiation is the energy that comes from a source and travels through space and may be able to penetrate various materials. Okay. എന്നുവെച്ചാൽ റേഡിയേഷൻ എന്ന് വെച്ചാൽ എന്താ? അതൊരു എനർജിയാണ്. ആ എനർജി എന്താ? എനർജി ട്രാവലിംഗ് ഇൻ ദ ഫോം ഓഫ് വേവ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, തരംഗങ്ങളായി സഞ്ചരിക്കുന്ന എനർജിക്ക് പറയുന്ന പേരാണ് റേഡിയേഷൻ. ഈ എനർജിക്ക് എന്ത് ചെയ്യാൻ കഴിയും? മറ്റുള്ള പദാർത്ഥത്തിൻ്റെ കൂടെ പിനട്രേറ്റ് ചെയ്ത് തുളച്ച് കയറി പോകാനുള്ള കഴിവുണ്ട്. ഈ തുളച്ച് കയറി പോകുമാണ് എന്ത് ചെയ്യുന്നത്? പല ഹ്യൂമൻ ബോഡിയിലും അല്ലെങ്കിൽ വസ്തുക്കളിലും എന്ത് ചെയ്യുന്നു? അത് റേഡിയേഷൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ ഇൽ എഫക്റ്റുകൾ മനുഷ്യ ശരീരത്തിൽ സൃഷ്ടിക്കുന്നത്. There are 4 major types of radiation. അതിൽ പ്രധാനപ്പെട്ടത് 4 ടൈപ്പ് റേഡിയേഷൻ ആണ്. ആൽഫ, ബീറ്റ, ന്യൂട്രോൺ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആൻഡ് ഗാമ റേസ്. അപ്പോൾ ആൽഫ, ബീറ്റ, ഗാമ നിങ്ങൾ പഠിച്ചിരിക്കും. അത് കഴിഞ്ഞ് എക്സ് ഉണ്ട്, യു വി റേസ് ഉണ്ട്, IR റേസ് ഉണ്ട്, ഹീറ്റ് വേവ്സ് ഉണ്ട്. ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഇപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിൽ നിന്ന്, സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലേക്ക് എത്തുന്നതാണ് റേഡിയേഷനിൽ കൂടിയാണ്, പ്രകാശരശ്മികളിൽ കൂടിയാണ്. അതും റേഡിയേഷൻ. അപ്പോൾ റേഡിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി തരംഗങ്ങളായി സഞ്ചരിക്കുന്നത്. ഇനി റേഡിയേഷനെ പ്രധാനമായിട്ട് 2 തരംതിരിക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ ഹെൽത്ത് എഫക്റ്റിന്റെ അടിസ്ഥാനത്തിൽ there are 2 types of it. അയണൈസിങ് റേഡിയേഷൻ ആൻഡ് നോൺ അയണൈസിങ് റേഡിയേഷൻ. അയണൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ്റമിൽ എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയോ സൃഷ്ടിക്കാൻ കഴിവുള്ള റേഡിയേഷനെയാണ് അയോണൈസിങ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനൊരു എനർജി സൃഷ്ടിക്കാൻ കഴിവില്ലെങ്കിൽ അതിന് നോൺ അയോണൈസിങ് റേഡിയേഷൻ എന്ന് പറയുന്നു. ഒരു ആറ്റമിൽ ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിൽ തട്ടുമ്പോൾ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഓർബിറ്റിൽ നിന്ന് പുറത്ത് പോകുന്നു. പുറത്ത് പോയി കഴിഞ്ഞാൽ എന്താണ്? അളവിൽ വ്യത്യാസം വരും. അപ്പോൾ എന്താണ്? നെഗറ്റീവ് കുറഞ്ഞും പോസിറ്റീവ് കൂടുകയാകുമ്പോൾ പോസിറ്റീവ് കൂടും. ഇനിയോ ഇങ്ങനെ പുറത്ത് ചാടിയ ഇലക്ട്രോൺ വേറെ ആറ്റത്തിൻ്റെ ഓർബിറ്റിൽ കയറി നിൽക്കുകയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ നമ്പറിൽ കൂടും. അപ്പോൾ എന്തായി? നെഗറ്റീവ് ചാർജ് ആവും. മറ്റേത് അപ്പോൾ എന്താണ്? നെഗറ്റീവ്ലി ചാർജുള്ള ആറ്റമും പോസിറ്റീവ്ലി ചാർജുള്ള ആറ്റമാണ്. അതാണ് ഇതിന് കാറ്റിയോൺ ആൻഡ് ആനിയോൺ എന്നുള്ള പേരുകളും വരുന്നുണ്ട്. ഇനി അയോണൈസിങ് റേഡിയേഷൻ എന്ന് വെച്ചാൽ എന്താ? റേഡിയേഷൻ വിത്ത് സഫിഷ്യൻറ്റ് എനർജി ഫോർ റിമൂവിങ് ഇലക്ട്രോൺ ഫ്രം എൻ ആറ്റം. ഇറ്റ് കോസ് ഹെൽത്ത് എഫക്റ്റ് എന്ന് വെച്ചാൽ ജീവനുള്ള കോശങ്ങളിലുള്ള എന്ത് ചെയ്യുന്നു? അയോണൈസിങ് ചാർജ് സൃഷ്ടിച്ചിട്ട് അതിനെ നശിപ്പിക്കാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്? അയോണൈസിങ് എന്ന് പറയുന്നത്. അതാണ് ഇത്. അപ്പോൾ അത് മുഖേന ക്യാൻസറും കാര്യങ്ങളൊക്കെ വരുന്നു. നോൺ അയോണൈസിങ് റേഡിയേഷൻ, non-ionizing radiation with a low energy level does not produce health effect. അങ്ങനെയുള്ള ഈ നോൺ അയോണൈസിങ് റേഡിയേഷൻ പുറത്തു കഴിഞ്ഞാൽ അതിന് എന്താണ്? ആറ്റത്തിൻ്റെ രൂപഘടനയിൽ മാറ്റമൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ല, അതിന് ചാർജ് സൃഷ്ടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഒന്നും ഇതിൽ നേരിടുന്നില്ല. അതിനെയാണ് ഇങ്ങനെയാണ് റേഡിയേഷൻ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ അനവധി റേഡിയേഷൻ മേഖല ഉപയോഗിക്കുന്നുണ്ട്. അനവധി വെൽഡിങ് കാര്യങ്ങളും അതിൻ്റെ ഇത് ചെയ്യുന്നു, എക്സ്റേക്ക് വിധേയകമാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ലീക്കില്ല, പെർഫെക്റ്റ് ആണെന്ന് കണ്ടുപിടിക്കുക. NDT ടെസ്റ്റുകൾ, നോൺ ഡെസ്ട്രക്റ്റീവ് ടെസ്റ്റുകൾ ഇതുണ്ട്. ഇങ്ങനെ പിന്നെ വെൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് റേഡിയേഷൻ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അസുഖങ്ങൾ വരുന്നുണ്ട്. ഇൻഡസ്ട്രിയിൽ അനവധി ജോലികളിൽ റേഡിയേഷനിൽ ബന്ധമുണ്ട്. ഇങ്ങനെ റേഡിയേഷനിൽ ബന്ധം വന്ന അനവധി അസുഖങ്ങൾ വരുന്നുണ്ട്. മുന്നോട്ട് അത് പറയാം. അതാണ് ഇതിൽ വരുന്ന പ്രധാനമായ ഘടകം.
അടുത്ത സ്ലൈഡ് നോക്കൂ. റേഡിയേഷനെ പറ്റിയുള്ള ചെറിയ ഡെഫിനിഷൻസും കാര്യം. എന്താണ് റേഡിയോ ആക്ടിവിറ്റി? The process in which unstable atoms spontaneously emit energy. ഏത് ആറ്റമില് ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും സാധാരണ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോണും ഈക്വൽ ആയിരിക്കും. അതിൽ വ്യത്യാസം വരികയാണെങ്കിൽ എനർജി അൺസ്റ്റെബിലൈസ് ആവും. അപ്പൊ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ കുറവിനെ നികത്താൻ അല്ലെങ്കിൽ കൂടുതലുള്ളതിനെ കൊടുത്ത് രണ്ടും ഒരുമിച്ചാക്കാൻ വേണ്ടിയിട്ട് ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും ഒരേ അളവിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അതിൽ നിന്ന് എനർജി പുറത്തേക്ക് വിടും. അങ്ങനെയുള്ള ആ ആക്ടിവിറ്റീസ്, ഇങ്ങനെ ആറ്റത്തിൽ നിന്ന് എനർജി പുറത്തേക്ക് വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഏത് തരത്തിലും ഇലക്ട്രോണിന്റെ വിന്യാസത്തിലും ഉണ്ടാവും, പ്രോട്ടോൺ ന്യൂട്രോണിന്റെ ഉണ്ടാവുന്ന ന്യൂക്ലിയസ് എന്ന് വരികയാണെങ്കിൽ അതിന് ന്യൂക്ലിയർ റേഡിയേഷൻ എന്ന് പറയും. മറ്റുള്ള ഇലക്ട്രോൺ വിന്യാസത്തിൽ വരികയാണ് അതിന് എക്സ്റേസ് എന്നാണ് പറയുക. കാരണം എന്താണ്? ആ എക്സ് എന്ന വാല്യൂ, റേസിന് പ്രത്യേക ഒരു വാല്യൂ ഇല്ല ആൾജിബ്രയ്ക്ക് പോലെ, അതുകൊണ്ടാണ് അതിന് എക്സ്റേസ് എന്ന് പറയുന്നത്. അടുത്തത് ക്യൂറി. ക്യൂറി എന്നാണ് എന്ത് ചെയ്യുക? റേഡിയോ ആക്ടിവിറ്റിയെ അളക്കുന്ന യൂണിറ്റിന്, മെഷറിങ് ദ യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി, എന്താ യൂണിറ്റ് ഓഫ് മെഷർമെന്റ്, അളക്കാനുള്ള തോതാണ്. ഹാഫ് ലൈഫ്. ഒരിക്കലും ഒരു ആറ്റം അതിന് പ്രസരണം തുടങ്ങിക്കഴിഞ്ഞാൽ ആ പ്രസരണം അതിന്റെ എനർജി ലെവല് പകുതിയായി മാറാൻ എടുക്കുന്ന ടൈമിനെയാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. സാധാരണ എന്ത് ഈ 5 ആവണമെങ്കിലും 50 years ഒക്കെയാണ് സാധാരണ ഇതിൽ വരുന്നത്. ദിസ് ഈസ് ദ ടൈം ടേക്കൺ ബൈ എ റേഡിയോ ആക്ടിവിറ്റി ടു റീച്ച് 1/2 ഓഫ് ദ എമൗണ്ട്. റേഡിയേറ്റ് ചെയ്യുന്ന എമൗണ്ട് പകുതിയായി കുറയാനുള്ള കാലാവധിക്ക് പറയുന്ന പേരാണ് ഹാഫ് ലൈഫ്. എക്സ്പോസർ. എക്സ്പോസർ എന്ന് വെച്ചാൽ എന്താണ്? എമൗണ്ട് ഓഫ് ചാർജ് പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് മാസ് ഓഫ് എയർ ഫ്രം എക്സ്റേസ് ആൻഡ് ഗാമ റേസ്. അപ്പൊ നേരത്തെ നിങ്ങൾക്ക് കെമിക്കലിനും പെട്രോളിയം ഒക്കെ തോന്നി. എക്സ്പോസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ശരീരത്തിന്റെ കോണ്ടാക്റ്റിൽ വരിക. അപ്പൊ എന്താ? എത്ര എമൗണ്ട് റേഡിയേഷൻ ആണ് എയറിലായിട്ടോ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലാണ് എത്തിപ്പെടുന്നത്, ആ അളവിനെയാണ് എക്സ്പോസർ എന്ന് പറയുന്നത്. ആൽഫ എമിഷൻ. നോക്കിയോ, ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്ന 3 എമിഷൻ പറഞ്ഞ് ന്യൂക്ലിയർ റേഡിയേഷൻ ആണത്. ആൽഫ എമിഷൻ, ആൽഫ എന്ന് പറയുന്ന വേവ് അല്ല, അത് പാർട്ടിക്കിൾ എമിഷൻ ആണ്. പാർട്ടിക്കിൾ ആയിട്ടുണ്ട്. ആൽഫ പാർട്ടിക്കിൾ ക്യാൻ ട്രാവൽ ഫ്യൂ സെന്റിമീറ്റർ. ഇതിന് ഒരിക്കൽ ആറ്റത്തിൽ നിന്ന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ കുറഞ്ഞ ദൂരം, സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ. ഇറ്റ് ക്യാൻ എൻ്റർ ഹ്യൂമൻ ബോഡി ത്രൂ സ്കിൻ കട്ട്സ്, ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്. സ്കിന്നിൽ ഉണ്ടാവുന്ന കട്ടുകളിലും അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിൽ കൂടെ വൂൺസ് കൂടെയൊക്കെ എന്ത് ചെയ്യുക? ഫുഡ്, ഡ്രിങ്ക്സ് കൂടെ മനുഷ്യ ശരീരത്തിൽ എത്താം. മനുഷ്യ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് അയോണൈസിങ് കഴിവുണ്ട്, നാശം സൃഷ്ടിക്കും. അതുകൊണ്ട് ഫുൾ ഡ്രസ്സിൽ മാത്രമേ, കാരണം ഡ്രസ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും. പിന്നെന്താ? ശരീരത്തിലെ മുറിവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവരുത്, എങ്കിൽ ആൽഫ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ കിട്ടും. ബീറ്റ റേഡിയേഷൻ, ബീറ്റയും പാർട്ടിക്കിളാണ്. ക്യാൻ ട്രാവൽ ഫ്യൂ മോർ സെന്റിമീറ്റർ ദൻ ആൽഫ. ആൽഫയെക്കാട്ടും കുറച്ചും കൂടി ദൂരം സഞ്ചരിക്കുന്നതാണ് ബീറ്റ എമിഷൻ. പാർട്ടിക്കിൾ ആയിട്ട് തന്നെയാണ് സഞ്ചരിക്കുന്നത്. ബീറ്റ ക്യാൻ പെനിട്രേറ്റ് ത്രൂ സ്കിൻ. എന്താണ്? മുറിവാണെന്നില്ല, സ്കിന്നിന്റെ ഉള്ളിൽ കൂടെയും കടന്നു പോവാം. പക്ഷെ എന്താണ്? ക്ലോത്തിങ് ക്യാൻ പ്രൊട്ടക്ട് ഫ്രം ദ ബീറ്റ. ഒരു നല്ല ക്ലോത്തിങ് ഉണ്ടെങ്കിൽ സ്കിന്നിൽ കൂടെ കടക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. ഇതും ശരീരത്തിനകത്ത് നിന്ന് കഴിഞ്ഞാൽ അയോണൈസ് ചെയ്യും, പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഗാമ റേസ്, അതാണ് പവർഫുൾ റേസ്. EMR വേവ് ആയിട്ട് സഞ്ചരിക്കുന്നതാണ് ഗാമ റേസ്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണിത്. ഗാമ റേസ് ക്യാൻ ട്രാവൽ അറ്റ് എ സ്പീഡ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ അതേ സ്പീഡ് തന്നെയാണ് സഞ്ചരിക്കുന്നത്, 300 miles/second എന്നുള്ളതാണ്. ഇറ്റ് ക്യാൻ ഈവൻ പെനിട്രേറ്റ് ത്രൂ കോൺട്രൈറ്റ് ബീംസ്. കട്ടിയുള്ള കോൺട്രൈറ്റ് ബീമിന്റെ ഉള്ളിൽ കൂടെയും വലിയ അയോൺ ഇതിൻ്റെ കൂടെയൊക്കെ കടന്നു പോകാൻ കഴിവുള്ളതാണ്. ഓക്കെ, ഇറ്റ്സ് അയോണൈസേഷൻ കപ്പാസിറ്റി ഈസ് വെരി ഹൈ. എവിടെയെല്ലാം കടന്നു പോകുന്നു അതെല്ലാം എന്ത് ചെയ്യുന്നു? അയോണൈസ് ചെയ്ത് ഇതിന് റേഡിയേറ്റിംഗ് ആയിട്ട് മാറ്റും. റേഡിയേഷൻ പോസിബിലിറ്റി. ആ പോകുന്ന വസ്തുക്കളൊക്കെ എന്ത് ചെയ്യുന്നു? റേഡിയോ ആക്റ്റീവിലേക്ക് മാറുന്നു. ഈവൻ ഡസ്റ്റ് പോലും, മണ്ണ് പോലും ഈ കാരണം കൊണ്ട് റേഡിയോ ആക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട്. എക്സ്റേസ് പ്രൊഡ്യൂസ്ഡ് ബൈ എക്സ്റേ മിഷൻ ക്യാൻ കോസ് സെൽ ഡാമേജ്, ബേൺസ്, ക്യാൻസർ ആൻഡ് സാധാരണ നിങ്ങൾ കേൾക്കുന്നതാണ്. അടുത്താണ് UV റേസ്, വെൽഡിംഗ്, ലേസർ റേസ്, കാർബൺ ആർക്ക്, ഇതിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് UV റേസും. അടുത്ത സ്ലൈഡ് നോക്കൂ.
റേഡിയേഷൻ്റെ കണ്ടിന്യൂറ്റി തന്നെയാണ്. നേരത്തെ പറഞ്ഞ യു വി റേസിന് എന്ത് ചെയ്യാം, മനുഷ്യ ശരീരത്തിൽ കൂടെ പിന്നെ ഇതിൽ കടക്കാം. കാരണം എക്സ്റേ വെൽഡിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, അതും എന്ത് ചെയ്യാണ്, സെല്ലിനെ ഡാമേജ് ചെയ്യാനുള്ള കഴിവുണ്ട്. കാരണം ഉദാഹരണത്തിന് പിന്നെ വെൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോഴുള്ള സ്പാർക്ക് ലൈറ്റ് ആയിട്ടുള്ളത് അത് കുറേ നേരം കണ്ടു വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ വരും. കാരണം എന്താണ്, റെറ്റിന എക്സ്പാൻഷൻ കാരണം കൊണ്ട്. അപ്പം അതും ഒരു റേഡിയേഷൻ തന്നെയാണ്. അടുത്തത് ഷീൽഡിങ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത് ഏതാണ്, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, ഒരു കവചം എന്നുള്ളതാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിവെൻഷൻ ഫ്രം റേഡിയേഷൻ, മെറ്റീരിയൽ യൂസ്ഡ് ആസ് ലെഡ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, PVC, സ്പെഷ്യൽ കോൺക്രീറ്റ് ആൻഡ് വാട്ടർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക കവചത്തിൻ്റെ ഉള്ളിൽ വെച്ച് റേഡിയേഷൻ പുറത്ത് വരാതെ സംരക്ഷിക്കുന്ന പ്രോസസ്സിനെയാണ് ഷീൽഡിങ് എന്നത്. റേഡിയേഷൻ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ട ബെസ്റ്റ് മെത്തേഡ് ഷീൽഡിംഗ് ആണ്. അതിനുപയോഗിക്കുന്ന മെറ്റീരിയലാണ് EM, സ്റ്റെയിൻലെസ് സ്റ്റീല്, PVC, സ്പെഷ്യൽ PVC ആണ്, സാധാരണ PVC അല്ല. പിന്നെ അതേപോലെ തന്നെ സ്പെഷ്യൽ കോൺക്രീറ്റുകളുണ്ട്. അതേപോലെ തന്നെ ഉപ്പുവെള്ളം, കടൽ വെള്ളം, അതാണ് ഇത് ചെയ്യുന്നത് ന്യൂക്ലിയർ പവർ സ്റ്റേഷനൊക്കെ കടലിൻ്റെ ഇതിലേക്ക് കൊണ്ടുവെക്കുന്നതിന് കാര്യം. പിന്നെ NDT ടെസ്റ്റ്, നോൺ ഡെസ്ട്രക്റ്റീവ് ടെസ്റ്റ് ഫോർ എക്സാമിനിങ് പൈപ്പ് വെൽഡിംഗ് ജോയിന്റ് യൂസിങ് റേഡിയേഷൻ ഉപയോഗിച്ച് വെൽഡിങ് കാര്യങ്ങൾ, ക്രാക്കുകളൊന്നും ഇല്ലാന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. ദ പ്രൊട്ടക്ഷൻ ഫ്രം റേഡിയേഷൻ. ഓക്കെ, റേഡിയേഷൻ പ്രിവെൻഷൻ ഫോളോസ് 3 സ്റ്റേജസ്. 3 രീതിയിലാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആക്ട് പ്രോസസ്സ് ഉള്ളത്. ഒന്ന് പ്രിവെൻഷൻ. ഓക്കെ, പ്രിവെൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയേഷൻ പുറത്ത് കടക്കാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിലനിർത്തുക. ഓക്കെ, ഇതാണ് ഇൻക്ലൂഡ് യൂസ് ഓഫ് ഫ്യൂം ബോക്സസ്, ഷീൽഡിംഗ്, ടൗൺസ് എക്സെട്ര. എന്നുവെച്ചാൽ അതിനായിട്ട് പ്രത്യേകം സജ്ജീകരിച്ച കൂടുകളിൽ വെച്ചുകൊണ്ട് മനുഷ്യ ശരീരം കൈ ഉപയോഗിക്കില്ല, പ്രത്യേകം കൈയിൻ്റെ ഇതിൽ പിന്നെ ടേൺസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഉറകളിലൊക്കെ വെച്ചിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യും. മനുഷ്യ ശരീരം കോണ്ടാക്റ്റിൽ വരില്ല. അതാണ് പ്രിവെൻഷൻ മെത്തേഡ്. രണ്ടാമത് സൂപ്പർവിഷൻ. ഇൻവോൾവ് ദ യൂസ് ഓഫ് റേഡിയേഷൻ ഇൻസ്ട്രുമെന്റ് to monitor the radiation level. Small TLD, film, pocket pen, dosimeter are used for individual monitoring. ഇതെന്താ വെച്ചാൽ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർവൈസറെ കൊണ്ടുവരിക എന്നല്ല, ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ച് എക്സ്പോസറിനെ അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് എത്ര കണ്ട് ശരീരത്തിൽ കടന്നു എന്നുള്ളത് അറിയുക. അതിനാണ് ഇലക്ട്രോണിക് സൂപ്പർവിഷൻ ആണ് ഉപയോഗിക്കുന്നത്. അതിന് ഉപയോഗിക്കുന്ന റേഡിയേഷൻ ഇൻസ്ട്രുമെന്റ്സ് ആണ് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുക. അല്ലാതെ ഒരു സൂപ്പർവൈസർ ഉണ്ടായിട്ട് സൂപ്പർവൈസറുകളില്ല എന്നല്ല. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു, റേഡിയേഷൻ അളക്കുന്ന ബാഡ്ജസ് അല്ലെങ്കിൽ ഡോസിമീറ്റർ, പെൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കുക. പിന്നെ ആ ഏരിയ സർവേ മീറ്റർ കൊണ്ട് അളന്ന് റേഡിയേഷൻ എന്തല്ല അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ആക്ടിവിറ്റീസ് ചെയ്യാം. അടുത്തതാണ് ആഫ്റ്റർ കൺട്രോൾ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻസ്ട്രുമെന്റ് കിട്ടുന്ന അളവൊക്കെ എന്ത് ചെയ്യുക, ഇലക്ട്രോണിക്കലി മെഷർ ചെയ്ത് പേഴ്സണലിന് വേണ്ട മെഡിക്കൽ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ആഫ്റ്റർ കൺസിസ്റ്റ് ഓഫ് ചെക്കിംഗ് പേഴ്സണൽ ഡോസിമീറ്റേഴ്സ് ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ. എന്ന് വെച്ചാൽ അളവിനനുസരിച്ച് അതിലുള്ള ഡോസേജ് റേറ്റിന് അനുസരിച്ച് എന്ത് ചെയ്യുക, വേണ്ട ക്രമീകരണം ചെയ്യുക. പിന്നെ ആ പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. Health effect of radiation. Beta, gamma and X-rays remove atom from cells and cause change in tissue. Radiation can cause cancer at a different level. Cancer ആണ് ഇത് സെല്ലുകളെ നശിപ്പിച്ച്. അതർ റേഡിയേഷൻ ഏതെല്ലാണ് സാധാരണ വരുന്ന റേഡിയോ ഫ്രീക്വൻസി. നമ്മൾ റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷൻ ആണ്. ഹീറ്റിംഗ് ഓഫ് എക്സ്പോസ്ഡ് ബോഡി പാർട്ട്. ഏതെങ്കിലും ശരീരത്തിൽ ഏതെങ്കിലും കാരണം കൊണ്ട് കൂടുതൽ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഹീറ്റ് റേസിൽ വരുന്നത് മൈക്രോവേവ്, കാറ്ററിങ്ങിൽ ഉള്ള എക്യുപ്മെന്റിന് കാരണം വരുന്നു. ഇൻഫ്രാറെഡ്, ഹോട്ട് മെറ്റീരിയൽ, അതെന്താ സൃഷ്ടിക്കുന്നത്, സ്കിൻ റെഡ്, ബേൺസ്, കാട്രാക്ട്. ഓക്കെ, വിസിബിൾ റേഡിയേഷൻ ലൈറ്റ് സോഴ്സസ് ആണ്. ഹീറ്റിംഗ് ആൻഡ് ടിഷ്യൂ ഡിസ്ട്രക്ഷൻ ആണ് അതിൽ വരുന്നത്. അൾട്രാവയലറ്റ് വരുന്നത് വെൽഡിങ്, കാർബൺ ആർക്ക്, അതെന്താണ് ബേൺസ് സൃഷ്ടിക്കുന്നു, സ്കിൻ ക്യാൻസർ സൃഷ്ടിക്കുന്നു. അതേപോലെ തന്നെ ഓസോൺ ഡിപ്ലക്ഷൻ സൃഷ്ടിക്കുന്നു. ദെൻ എക്സ്റേ മെഷീൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ റേഡിയോഗ്രാഫി എന്നാണ് വരുന്നത്. ബോഡി സെൽ ഡാമേജ് ഉണ്ടാക്കുന്നു, ബേൺസ് ഉണ്ടാക്കുന്നു, ക്യാൻസർ ഉണ്ടാക്കുന്നു, ആൻഡ് തൊലിക്ക് മുകളിലുള്ള അസുഖങ്ങൾ ഉണ്ടാകും. ഇതാണ്
അനവധി തരത്തിൽ റേഡിയേഷൻസ് ഉണ്ട്. വെറും ആൽഫ ബീറ്റ ഗാമ എല്ലാം നമ്മളെ റേഡിയോയില് മൊബൈല് തരംഗങ്ങൾ ഇതൊക്കെ എന്താണ് റേഡിയേഷന്റെ വർഗത്തിൽപ്പെട്ടാണ്. അതിൽ പറയുന്ന ഒരു TLD ഒരു ഷോർട്ട് ഫോമാണ് തെർമോ ലൂമിസെന്റ് ഡോസിമീറ്റർ എന്ന് വെച്ചാൽ റേഡിയേഷൻ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ഉപകരണത്താണ് TLD എന്ന് പറയുന്നത്. അനവധി ഉപകരണങ്ങൾ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സൂപ്പർവിഷൻ അല്ലെങ്കിൽ മോണിറ്റർ കൺട്രോൾ വളരെ നിർബന്ധമായിട്ടുള്ള ഒരു ഇതാണ് റേഡിയേഷൻ സേഫ്റ്റി. അടുത്താണ് 10 ടിപ്സ് ഓഫ് റേഡിയേഷൻ സേഫ്റ്റി. ഓക്കെ, 10 പോയിന്റുകൾ ടിപ്സ്. ആദ്യമായിട്ട് acquire adequate training to better understand the nature of radiation hazard. ട്രെയിൻഡ് എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഒരാളും റേഡിയേഷനിൽ എഫക്റ്റ് കാര്യങ്ങൾ പഠിക്കാത്ത ഒരാളും ഈ ജോലിക്ക് വരാൻ പാടില്ല, അവരെ നിയമിക്കാനും പാടില്ല. ദെൻ റെഡ്യൂസ് ഹാൻഡ്ലിംഗ് ടൈം ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആൻഡ് എക്സ്പോസർ ടൈം കുറയ്ക്കുക. അതിൽ ഓരോന്നിനും ഓരോ കമ്പനി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത്ര സമയം മാത്രമേ വർക്ക് ചെയ്യാവും, ഇത്ര ടൈമേ എക്സ്പോസർ, അത് നിർബന്ധമായിട്ടും പരിപാലിക്കാം. ടൈം ഓഫ് എക്സ്പോസർ അതാണ് റെഡ്യൂസ്ഡ് ടൈം ഓഫ് എക്സ്പോസർ. ദെൻ ബി മൈൻഡ്ഫുൾ ഓഫ് യുവർ ഡിസ്റ്റൻസ് ഫ്രം സോഴ്സ് ഓഫ് റേഡിയേഷൻ, ഇൻക്രീസ് ഡിസ്റ്റൻസ് ആസ് മച്ച് ആസ് പോസിബിൾ. കഴിയുന്നതും സുരക്ഷിത അകലം പാലിക്കുക. ഓക്കെ, ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരിക്കലും ആ ഡിസ്റ്റൻസിനെ മറന്നു കിടക്കുക. എപ്പോഴും റേഡിയോ ആക്ടിവിറ്റിയുടെ അടുത്ത് ഒരു മാർക്ക് ചെയ്ത ഒരു സർക്കിൾ ഉണ്ടാവും. ആ സർക്കിളിൽ ഇത്ര സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റിൽ 20 സെക്കൻഡ് ഒക്കെ നിൽക്കാൻ പാടുള്ളൂ. അതിന്റെ പുറത്ത് നിൽക്കുകയാണ് ഇത്ര സമയം. അപ്പോൾ ആ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് ടൈമും മെയിൻറ്റെയിൻ ചെയ്യണം. ഐസൊലേറ്റ് ആൻഡ് കണ്ടെയ്ൻ ഹാർംഫുൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ പ്രോപ്പർലി. പിന്നെയോ ഇതിന്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ അതിന്റെ തത്വം അനുസരിച്ച് പ്രൊസീജിയർ അനുസരിച്ച് മാത്രമേ ഹാൻഡ്ലിങ്ങും കാര്യങ്ങളും വേസ്റ്റ് ഡിസ്പോസലൊക്കെ പറയുന്ന സിദ്ധാന്തം അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആർമർ യുവർസെൽഫ് വിത്ത് അപ്രോപ്രിയേറ്റ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ആൻഡ് ഡോസിമീറ്റർ. ഇനിയോ ഇതിൽ വർക്ക് ചെയ്യും നിർബന്ധമായിട്ടും അതിന് അനുബന്ധമായ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയം കോട്ടഡ് ഡ്രസ്സാണ് ഇതിന് ഉപയോഗിക്കുന്നത്, ഡബിൾ കോട്ടഡ് ആയിട്ടുള്ള. അതിൻ്റെ ഒരു ചിത്രം ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഫുൾ ബോഡിയുടെ ഒരു ഭാഗവും പുറത്ത് വരാത്ത രീതിയിലെ ഫുൾ ബോഡി പ്രൊട്ടക്ഷനാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ശരീരത്തിനകത്ത് എത്തിക്കഴിഞ്ഞാൽ അളക്കാനുള്ള ഡോസിമീറ്ററും കാര്യങ്ങളും എപ്പോഴും ധരിച്ചിരിക്കണം. കണ്ടക്ട് കണ്ടാമിനേഷൻ സർവേ ഇൻ ദ വർക്ക് ഏരിയ. പിന്നെ സമയാസമയങ്ങളിൽ ഏരിയ സർവേക്ക് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ഉണ്ട്. അത് ഉപയോഗിച്ച് കംപ്ലീറ്റ് ഏരിയയിൽ എവിടെയെങ്കിലും റേഡിയേഷൻ നിലനിൽക്കുന്നോ ഡസ്റ്റ് ആയിട്ടോ ഫ്ലോറലായിട്ടോ എന്നുള്ള ഇത് സർവേ മീറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. പിന്നെയോ ഡു നോട്ട് ഈറ്റ്, ഡ്രിങ്ക്, സ്മോക്ക്, അപ്ലൈ കോസ്മെറ്റിക്സ് ഇൻ ദ ഏരിയ വേർ അൺസീൽഡ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആർ ഹാൻഡിൽഡ്. ഇവിടെയൊക്കെ റേഡിയോ ആക്ടിവിറ്റീസ് നടത്തുന്നു. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ഫുഡ് സ്മോക്കിങ് കാര്യങ്ങൾ ഇതൊന്നും പാടില്ല. അങ്ങനെ തന്നെ അവിടെയുള്ള ഏരിയയിലേക്ക് എന്താണ് ഫുഡ് കൊണ്ടുവന്ന് വെക്കുക ബാഗിലോ കാര്യങ്ങളോ വെച്ച് അതൊരിക്കലും അനുവദനീയമല്ല. പക്ഷെ ഒരിക്കലും അറിയാതെ പോലും ചെയ്യാൻ പാടില്ല. കോസ്മെറ്റിക്സ് പോലും ഉപയോഗിക്കാൻ പാടില്ല. മുഖത്തൊക്കെ എന്തെങ്കിലും അപ്ലൈ ചെയ്യുക കാര്യങ്ങൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, വളരെ നിർബന്ധമായിട്ട് ഉള്ളതാണ്. പിന്നെ ഒബ്സർവ് പ്രോപ്പർ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഡിസ്പോസൽ. വേസ്റ്റ് ഡിസ്പോസൽ പ്രത്യേകം കമ്പനി ഇൻസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ബോക്സുകളുണ്ട്, എങ്ങനെ ചെയ്യണമെന്നുണ്ട്. ആ രീതിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കണ്ടക്ട് റെഗുലർ റേഡിയേഷൻ സേഫ്റ്റി സെൽഫ് ഇൻസ്പെക്ഷൻ. പിന്നെയോ അവനവൻ്റെ ഡോസിമീറ്ററും ചാട്ടും വെച്ചാണ് നിർബന്ധമായിട്ടും പരിശോധനയ്ക്ക് വിധേയമാക്കി വേണ്ട മെഡിക്കലും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് ചെയ്ത് കൊണ്ടടക്കണം. ഓക്കെ, റേഡിയോ പ്രസരണം ഉള്ള അല്ലെങ്കിൽ റേഡിയേഷൻ ഹസാർഡ് ഉള്ളിടത്ത് ഈ ടിപ്സ് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. റേഡിയോ ഹസാർഡ് കടക്കുന്ന കമ്പാർട്ട്മെന്റ് മുകളിൽ സിമ്പിള് കാര്യങ്ങൾ വളരെ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തിയിരിക്കണം. ആരും അറിയാതെ പോലും അവിടെ. പിന്നെ എന്താണ്, സ്ട്രിക്റ്റ് കൺട്രോൾ ഓഫ് എൻട്രി ഉണ്ട്. ഓക്കെ, ആ റേഡിയോ ആക്റ്റീവിൽ നിന്ന് ഇന്നാളെ കടക്കാൻ പാടുന്ന പാസും കാര്യങ്ങളും അവർക്ക് മാത്രമേ അവിടെ എൻട്രി പെർമിറ്റ് ഉള്ളൂ, അല്ലാതെ ഒരാളെയും അവിടത്തേക്ക് കടത്തി വിടാനുള്ളത്. അടുത്ത സ്ലൈഡ് റേഡിയേഷൻ മോണിറ്റർ ഡിവൈസസ് ആണ് കാണിച്ചിരിക്കുന്നത്. അനവധി ഡിവൈസസ് ഇന്ന് ഉണ്ട്. ഓക്കെ, പേഴ്സണിലുണ്ട്, അതുകൊണ്ട് വാർണിങ്ങിന് ഉപയോഗിക്കുന്ന മോണിറ്ററിങ് ആൻഡ് വാർണിംഗ് സിസ്റ്റത്തിനുണ്ട്. ഓക്കെ, വൈഫൈ ഉപയോഗിച്ചൊക്കെയാണ് വാർണിംഗ് സിസ്റ്റം ചെയ്യുക. പേഴ്സണലി എല്ലാവർക്കും
അറിയാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ്, ഏരിയയിൽ റേഡിയേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്നവരെ മുഴുവൻ ഇവാക്യുവേറ്റ് ചെയ്യണം പ്രോപ്പർ. അപ്പം എന്ത് ചെയ്യണം, ആ റേഡിയേഷൻ മുൻകൂട്ടി അറിയാനും അതിനെ എല്ലാവരെയും അറിയിക്കാനുള്ള വൈഫൈ അലേർട്ട് സിസ്റ്റം കാര്യങ്ങളും ഒക്കെ ഉള്ള ഡിഫറെൻറ്റ് ടൈപ്പ് മോണിറ്റേഴ്സ് ആണ് ഇതിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതും ഉപയോഗിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ട്രെയിൻഡ് പേഴ്സൺസ് മാത്രമേ ഉപയോഗിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്തവരൊന്നും ഇത് ചെയ്യാൻ പാടുള്ളതല്ല. അടുത്തത് പേഴ്സണൽ റേഡിയേഷൻ മോണിറ്റർ. പേഴ്സണൽ എന്ന് വെച്ചാൽ വ്യക്തിഗതമായിട്ട് ഓരോ വ്യക്തികളും. കാരണം ഒരാൾ ഉപയോഗിക്കുന്ന മോണിറ്റർ ഡിവൈസ് വേറൊരാൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം അയാളുടെ പേര് അതിലേക്ക് എന്ത് ചെയ്യും, എംബഡ് ചെയ്യും. ടെസ്റ്റിന് പോകുമ്പോൾ ആ വ്യക്തി ഇന്ന വ്യക്തിയുടേതാണെന്ന് അവിടെയാണ് രേഖ അറിയുന്നത്. അതുകൊണ്ട് ഇത് പേഴ്സണൽ ഡോസിമീറ്റർ. ഒന്ന് ഏതാണ്, പേഴ്സണൽ റേഡിയേഷൻ അലാമാണ്. പോക്കറ്റിൽ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈഫൈ കാര്യങ്ങളിലൂടെ അലാം അറിയാൻ വേണ്ടി റേഡിയേഷൻ ഏരിയയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകം കൊടുക്കുന്നതാണ്. പിന്നെ റേഡിയേഷൻ ഡിറ്റക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടി പേഴ്സണലി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. പേഴ്സണൽ മോണിറ്ററിംഗ് ബാഡ്ജ്. ഇത് നിങ്ങൾക്ക് കാണാം എക്സ്റേയും കാര്യങ്ങളിലും എല്ലാം വർക്ക് ചെയ്യുന്നവർ ഉപയോഗിക്കുന്ന. അവരെ പോക്കറ്റിൻ്റെ മുകളിലാണ് ഇത് തൂക്കിയിടുക. നിർബന്ധമായിട്ടും ആ ഏരിയയിൽ വരുമ്പോൾ ഇപ്പോൾ ഇത്ര സമയം ഉണ്ട്, ആ സമയം കഴിഞ്ഞത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസം 2 മാസം അതിൻ്റെ റേഡിയേഷൻ തീവ്രത അനുസരിച്ച് ഈ ബാഡ്ജ് എന്ത് ചെയ്യും, ഇതിന് എന്ത് ചെയ്യുന്നു, മോണിറ്ററിങ്ങിന് വേണ്ടി വിടുന്ന വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് മോണിറ്റർ ചെയ്തു എത്രയാണ്. അപ്പോൾ എത്രയാണോ ബാഡ്ജിൽ റേഡിയേഷൻ ലെവലിൽ, അതാണ് മനുഷ്യ ശരീരത്തിൻ്റെ ലെവല്. അത് ഒരിക്കലും പെർമിറ്റഡ് അവർ TLVൻ്റെ പുറത്ത് പോവുകയാണെങ്കിൽ ത്രിഷോൾഡ് ലിമിറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്ന ഇത്ര അളവ്. അതിൻ്റെ പുറത്ത് പോവുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, അവന് മാരകമായ അസുഖങ്ങളും മരണത്തിലേക്കൊക്കെ പോകാൻ കണ്ട് ഉടനെ തന്നെ എന്ത് ചെയ്യണം, അവരെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും അർജൻറ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. മെഡിക്കൽ സർവൈലൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഓരോന്നും ഇത് വേറൊരാൾ ഉപയോഗിക്കാൻ പാടില്ല. വേറൊരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യണം, ഈ റേഡിയേഷൻ ഹസാർഡ് നിലനിൽക്കുന്നിടത്ത് കോട്ടിൻ്റെ മുകളിൽ മാത്രമേ ഇടാവൂ. ഒരിക്കലും ഓവർ കോട്ട് തുറന്നിട്ടിട്ടൊന്നും ഇതിൻ്റെ മുകളിലിടരുത്. ഓക്കെ, കംപ്ലീറ്റ് ഫുൾ ബട്ടൺ പിന്നെ ക്ലോസ് ചെയ്തിട്ട് മാത്രമേ കോട്ടിൽ. അല്ലാണ്ട് സാധാരണ ഹോസ്പിറ്റലൊക്കെ നേഴ്സുമാരൊക്കെ എന്താണ് കോട്ടിടുക എന്നല്ലാണ്ട് മുന്നിൽ ബട്ടൺ ഇടില്ല. ആ ഒരു സ്വഭാവം ഈ റേഡിയോ ഹസാർഡിൽ ചെയ്ത് കംപ്ലീറ്റ് കോഴ്സ് കംപ്ലീറ്റ് എന്ത് ചെയ്യണം, നെക്കടക്കം എന്ത് ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് റേഡിയോ എക്സ്റേയിൽ വർക്ക് ചെയ്യുന്നവർ നിൽക്കുകയാണ്. ചില ഹോസ്പിറ്റലൊക്കെ ചെയ്യുന്ന ഇതേ സ്വഭാവം കാണിക്കാറുണ്ട്. ഓക്കെ, അവരുടെ തെറ്റാണ്. അതുകൊണ്ട് ഫുൾ പിന്നെ കോട്ടുകൾ കംപ്ലീറ്റ് ഫുള്ളായിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ PP ധരിക്കുന്ന പോലെ തന്നെ ഫുൾ പ്രൊട്ടക്റ്റീവ് രീതിയിൽ തന്നെ ധരിച്ചിട്ട് മാത്രമേ ബാഡ്ജ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ കൂടെ ഈ റേഡിയേഷൻ അതായത് ഇനിയിപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് വരും എൻവയോൺമെൻറ്റൽ ഇതും കൂടി ഈ ബുക്കിലുള്ളൂ. അടുത്ത ക്ലാസ്സിൽ എൻവയോൺമെൻറ്റൽ ഹസാർഡുകളെ ആയിരിക്കും പഠിപ്പിക്കുന്നത്.